Once again, welcome back to my video blog. My name is Ibad Rahman. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നതും ഒരു മൊബൈൽ ഗിംബൽ സിസ്റ്റമാണ്. കണ്ടോ, മോസ മിനി എന്ന മൊബൈൽ ഗിംബൽ സിസ്റ്റമാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നല്ലവരായ യൂട്യൂബ് സുഹൃത്തുക്കളും എന്താ പറയുക, വ്ളോഗിംഗ് ഒക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു നല്ലൊരു തംസപ്പ് ആദ്യം തന്നെ തരികയും ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ക്യാമറകൾ വെച്ച് ഇപ്പോൾ വ്ളോഗിങ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കാണ് മൊബൈൽ കമ്പനികൾ അവരുടെ ക്യാമറകൾ, അതായത് ക്യാമറയ്ക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റുക എന്നർത്ഥം. പക്ഷേ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ വിഷ്വൽസിനുണ്ടാകുന്ന ഡിസ്റ്റോർഷൻ, ഷെയ്ക്കോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഫ്രെയിം കമ്പോസിഷനൊക്കെ നമ്മുടെ വിഷ്വലുകളെ ആളുകൾക്ക് കാണാനുള്ള ടെൻഡൻസി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യുകയും വളരെ ഫണ്ണായിട്ട് ഫാമിലി എലമെൻറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബഡ്ജറ്റിനനുസരിച്ചുള്ള ഈ ഗിംബൽ സിസ്റ്റംസൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് ഗിംബൽ സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും വളരെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു ഗിംബൽ സിസ്റ്റമാണ് മോസ മിനി. കണ്ടോ, എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് ആ സാധനം. നമുക്കിതിൻ്റെ പ്രത്യേകതകളൊന്നും നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, വളരെ യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം കണ്ടോ, ഇതിൻ്റെ സൈഡിൽ തന്നെ കാണുന്ന ഒരു ഗ്രിപ്പ്, നമ്മുടെ കൈ നല്ല പൊസിഷൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് ആ ഒരു ഗ്രിപ്പ്. അതേപോലെ തന്നെ വയർലെസ് ചാർജ്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഗിംബൽ സിസ്റ്റത്തിലൂടെ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഈ ഒരു പോർഷൻസിൽ നമുക്ക് വെച്ചുകൊണ്ട് മൊബൈൽ റീചാർജ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, ഇനി വയർലെസ് അല്ല, നമ്മുടെ മൊബൈൽ ഫോൺ വയേർഡായിട്ടാണ് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെയും ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരു ഗിംബൽ സിസ്റ്റത്തിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഇവിടെയൊക്കെ ഒരു സ്ക്രൂവിൻ്റെ പോർഷൻ. കണ്ടോ, ഇതൊരു സ്ക്രൂവിൻ്റെ പോർഷനാണ്. അതേപോലെ തന്നെ ഈ കാണുന്നതും ഒരു സ്ക്രൂവിൻ്റെ പോർഷനാണ്. ഇത് എന്തിനാണ് ഫിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു എക്സ്റ്റേണലി, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗിംബൽ സിസ്റ്റത്തിനൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ലൈറ്റോ അല്ലെങ്കിൽ ഓഡിയോ ഡിവൈസൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള പോർഷനാണ് ഈ കാണുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ചാർജിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 3 hours കണ്ടിന്യൂസ്ലി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ വരെ ഉപയോഗിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അറ്റ് ദ സെയിം ടൈം നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് അറൗണ്ട് ഒരു 5 hours വരെയൊക്കെ ഞാൻ 5 hours ഞാൻ നെക്കിപ്പിടിച്ച് ഓടുകയല്ല ചെയ്തത്. 5 hours വരെ ഷൂട്ട് ചെയ്യാൻ 5 hours ഞാൻ ഇതുമായിട്ട് സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ലഭിക്കുകയും ചെയ്തു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ഗിംബൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ഗിംബൽ സിസ്റ്റത്തിലൊക്കെ അതിൻ്റെ മോട്ടറാണ് ഒരുപക്ഷെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് മാനുവലി തന്നെ സെറ്റ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സമയത്തും ബാറ്ററി കൺസപ്ഷൻ വളരെ എടുക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദെൻ മറ്റു ചില പോർഷൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ തന്നെ ഇതിൻ്റെ പവർ ഓൺ ആൻഡ് ഓഫ് ബട്ടൺസ്, അതേപോലെ ഇതിൻ്റെ കൺസോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ക്യാമറയും ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതിലേക്ക് നമുക്ക് വരാം. ആ സിസ്റ്റംസ് എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺസോളാണ് ഈ കാണുന്നത്. ദെൻ അതേപോലെ തന്നെ ബാറ്ററി ലെവൽ നമുക്ക് എത്രയാണെന്ന് അറിയാൻ സാധിക്കുകയും ചെയ്യും. ദെൻ ഒരു ജോയ്സ്റ്റിക്കും ഉണ്ട്, കണ്ടോ, ലെഫ്റ്റ് റൈറ്റ്, അതേപോലെ തന്നെ ടോപ്പ് ആൻഡ് ഡൗൺ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺസോളും ഇതിൽ തന്നെ ഉണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് പറയേണ്ട കാര്യം, കണ്ടോ, ഈ ഒരു പാക്കിനോട് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചെറിയൊരു ട്രൈപ്പോഡാണ്. ട്രൈപ്പോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ ടേബിളിൽ എവിടെയെങ്കിലുമാണ് നമുക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്ന. ഒരുപക്ഷെ കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ടൈം ലാപ്സ് വീഡിയോസൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ചെയ്യാൻ പറ്റും. കണ്ടോ, നോർമലി ഇത്രയുമാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. പിന്നെ കൂടുതലായിട്ട് കൈ ഇങ്ങനെ പിടിക്കേണ്ട ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രൈപ്പോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. then അത് മാത്രമല്ല, എവിടെയെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെക്കാനും ഈ ഒരു ട്രൈപ്പോഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ, ഈ ഒരു ട്രൈപ്പോഡ് നമുക്ക് വളരെ ബേസ് നമ്മളുടെ എന്താ പറയുക, ടേബിളിലോ അല്ല എവിടെയാണോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അവിടെയെല്ലാം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ നമുക്ക് ഇനി നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ടിട്ട് ഈ ഒരു ഗിംബൽ സിസ്റ്റത്തിൻ്റെ കുറച്ച് ഓപ്പറേറ്റിംഗ് ഒക്കെ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഒരു മോസ മിനി എന്നൊരു ആപ്ലിക്കേഷൻ വഴിയാണ്. ഈ ഒരു ഗിംബൽ സിസ്റ്റവും നമ്മുടെ മൊബൈൽ ഫോണും ബ്ലൂടൂത്തും തമ്മിലാണ് കണക്റ്റ് ആവുന്നത്. ജസ്റ്റ് ഓൺ ചെയ്യുക, ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ മൊബൈൽ ക്യാമറയും അതേപോലെ ഈ ഗിംബലുമായിട്ട് കണക്റ്റ് ആയിരിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കൺസോൾ മൊത്തം ISO ആണെന്നുണ്ടെങ്കിലും വൈറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിലും എക്സ്പോഷർ ആണെന്നുണ്ടെങ്കിലും
എല്ലാം നമുക്ക് ഈ ഒരു ഗിംബൽ സിസ്റ്റത്തിൽ ഈ ഒരു കൺസോൾ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മോഡ്, ക്യാമറ മോഡുകൾ, അതേപോലെ തന്നെ പ്രൊഫഷണൽ മോഡ്, ദെൻ അതേപോലെ തന്നെ ഫ്രെയിംസ്, ദെൻ വെർട്ടിക്കൽ മോഡ്, ദെൻ അതേപോലെ തന്നെ ഫിൽറ്റേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലൈവ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ് എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ടിട്ട് നമുക്ക് യൂട്യൂബിലേക്കാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലേക്കാണെന്നുണ്ടെങ്കിലും ലൈവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കേട്ടോ, നമ്മുടെ RTMP URL യൂട്യൂബ് ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. RTMP URL നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കൂടുതലും ഇത് പ്രയോജനകരമാകുന്നത് നമ്മളുടെ ഒരു പക്ഷേ ജേർണലിസ്റ്റ് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് എല്ലാം ഷെയ്ക്കില്ലാതെ നമുക്ക് ലൈവ് ചെയ്യാനും സാധിക്കുകയും ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് ഇനി ഒരു ഗിംബൽ സിസ്റ്റത്തിലെ 1-2 പൊസിഷൻസ് എല്ലാം ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ എൻ്റെ iPhone 6 1-2 വിഷ്വൽസും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം കണ്ടു കഴിഞ്ഞു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് മോസ മിനി എന്ന് പറയുന്നത്. ചാർജിങ് 10 മണിക്കൂറുകൾ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. വയർലെസ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. വെർട്ടിക്കൽ മോഡിൽ നമുക്ക് എന്താ പറയുക വീഡിയോസ് എടുക്കാൻ സാധിക്കും. ദെൻ അതേപോലെ തന്നെ ലൈവ് ചെയ്യാൻ സാധിക്കും. വളരെ ഹാൻഡിയാണ്. ദെൻ എക്സ്റ്റേണലി നമുക്ക് ചെറിയൊരു ട്രൈപോഡും അവൈലബിൾ ആണ്. ഒരുപക്ഷേ ഈ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളും അതേപോലെ തന്നെ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കണം നിങ്ങൾ വീട്രീഡേഴ്സ് നമ്മുടെ നല്ല സഹോദര സ്ഥാപനമാണ്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാനിത് അവിടെ നിന്നാണ് വാങ്ങിച്ചത്. എന്തായാലും ടെക്നോളജി സംബന്ധമായിട്ടുള്ള അറിവുകളും നിങ്ങളിലേക്ക് പകർന്നു നൽകുകയും ഇതേപോലെയുള്ള ഗിംബൽ സിസ്റ്റംസും പുതിയ പുതിയ മൊബൈൽ ഫോണുകളും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.